നമസ്കാരം. 2 വർഷം മുമ്പ് സ്ലീപ്പ് കമ്പനിയുടെ ഒരു സ്മാർട്ട് ഗ്രിഡ് മാട്രസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അതിന്റെ അൺബോക്സിംഗ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പലരും ആ ഒരു മാട്രസ് വാങ്ങിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഞാൻ ആ സമയം മുതൽ ഈ ഒരു സ്ലീപ്പ് കമ്പനിയുടെ സ്മാർട്ട് ഗ്രിഡ് മാട്രസ് ആണ് ഡെയിലി യൂസ് ചെയ്യുന്നത്. അപ്പം ഈ 2 വർഷത്തിന് ശേഷം ഈ ഒരു മാട്രസിന്റെ അവസ്ഥ എന്താണ്, ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങളൊരു മാട്രസ് ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പൊ ഞാൻ ഈ ഒരു മാട്രസ് വാങ്ങാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്ലീപ്പ് കമ്പനിയുടെ സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജിയാണ് ഈ മാട്രസിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജിക്ക് കുറെ പ്രോമിസുകൾ സ്ലീപ്പ് കമ്പനി നൽകുന്നുണ്ട്. സോഫ്റ്റ് ആണ്, കംഫോർട്ട് ആണ്, ബാക്ക് സപ്പോർട്ട് കിട്ടും, കൂളിംഗ് ഡിസൈൻ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതായത് ഇതിൽ എയർ ട്രാപ്പിംഗ് നടക്കത്തില്ല. എയർ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് ഇതിന് വെളിയിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് സ്വെറ്റിങ്ങിനൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല. ലോങ് ടൈം ഡ്യൂറബിലിറ്റി കിട്ടും. കുറച്ച് നാൾ നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ സാധാരണ മാട്രസിന്റെ കാര്യം അറിയാമല്ലോ. മെമ്മറി ഫോം മാട്രസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു സൈഡ് ഇതാണ് ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലെത്തും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ മാട്രസിൽ ഉണ്ടാകത്തില്ല എന്നാണ് സ്ലീപ്പ് കമ്പനി പറയുന്നത്. അപ്പം എന്താണ് ഇതിന്റെ സംഭവിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. മൊത്തം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അന്നേരം മനസ്സിലാവും. ഞാൻ ഈ മാട്രസ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലെ കുറച്ച് ആഴ്ചകൾ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോകാനായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം റെഗുലർ മെമ്മറി ഫോം മാട്രസ് ആണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വന്നത്. അതിൽ നിന്ന് പെട്ടെന്ന് സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജിയിലേക്ക് മാറിയപ്പോൾ അഡ്ജസ്റ്റ് ആകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ഇതിൽ കിട്ടും. നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഇതിൽ കിടന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റ് ആൻഡ് കംഫർട്ട് തരുന്ന ഒരു മാട്രസ് ആണിത്. അത് തന്നെയല്ല, നമ്മുടെ ഉറക്കം രാത്രിയിൽ ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടി നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് രാവിലെ എഴുന്നേക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറേ അധികം പ്രയോജനങ്ങൾ ഈ ഒരു മാട്രസ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിട്ടി. ഇപ്പം ഏകദേശം 2 വർഷത്തോളം അടുക്കുന്ന ഈ ഒരു മാട്രസ് ഞാൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പം ഇത്രയും സമയത്തിനുള്ളിൽ ഈ ഒരു മാട്രസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു രീതിയിലുള്ള ചേഞ്ചസും വന്നിട്ടില്ല. ഇത് എങ്ങനെയാണോ ഞാൻ ഫസ്റ്റ് ഡേയിൽ ഉപയോഗിച്ചത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. സാധാരണ മാട്രസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് 1-2 വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഇത് 2 വർഷം പഴക്കമായെന്ന് മനസ്സിലാവും. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഡിപ്പുകളോ അല്ലെങ്കിൽ സാഗിങ്ങോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഈ മാട്രസിൽ വന്നില്ല. ഇത് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഈ 2 വർഷത്തിന് ശേഷവും ഈ ഒരു മാട്രസ് വന്നത്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടേക്കാം. ഇപ്പം ഈ മാട്രസിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് ആദ്യത്തെ ദിവസം യൂസ് ചെയ്തപ്പോൾ കംഫോർട്ട് എന്താണോ സെയിം കംഫോർട്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഈ മാട്രസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി സ്ലീപ്പ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാട്രസ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്റെ ഉറക്കം ബെറ്റർ ആയിട്ടുണ്ട്. അതേപോലെ ബാക്ക് പെയിൻ ഒരു പരിധി വരെ ഈ ഒരു മാട്രസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിലീഫ് കിട്ടുന്നുണ്ട്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാട്രസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മാട്രസിന്റെ ഒരു ക്വാളിറ്റിയെ അല്ല ഈ ഒരു മാട്രസിന്. ഈ സ്ലീപ്പ് കമ്പനിയുടെ ഈ സ്മാർട്ട് ഗ്രിഡ് മാട്രസിന്റെ ഒരു പ്രത്യേകത ഏതാണ്? നമ്മൾ ഈ ഒരു മാട്രസിനെ മറ്റ് ബ്രാൻഡുകളുടെ മെമ്മറി ഫോം മാട്രസുകളുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതിനേക്കാളൊക്കെ വേറെ ലെവൽ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു മാട്രസ് ആണിത്. അതേപോലെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ട്രാപ്പ് ആകുന്ന ഒരു ഇഷ്യൂ ഇതിന്റെ അകത്ത് ഉണ്ടാകത്തില്ല. മനസ്സിലായി? ഈ മെമ്മറി ഫോം മാട്രസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ട്രാപ്പ് ആയിട്ട് നമുക്ക് ഭയങ്കര ചൂടായിരിക്കും ഈ ചൂടുകാല സമയങ്ങളിൽ. എന്നാൽ ചൂടുകാലത്താണെങ്കിൽ പോലും ഈ ഒരു മാട്രസിൽ നിന്ന് അത്രയും ഹീറ്റ് വരികയോ നമ്മൾ സ്വെറ്റ് ചെയ്യുകയോ അങ്ങനെ ഒന്നുമുള്ള ഒരു ഇഷ്യൂസും ഈ മാട്രസിൽ ഉണ്ടാകത്തില്ല. ഞാൻ ഇപ്പോഴും മെമ്മറി ഫോം മാട്രസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മെമ്മറി ഫോം മാട്രസ് ക്വാളിറ്റി ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ മാട്രസിന്റെ തന്നെ ഷേപ്പ് അങ്ങ് മാറിപ്പോവും. അവിടെ ഇവിടെ ഡിപ്പാവും. പിന്നെ ഹീറ്റൊക്കെ ഭയങ്കര ഹീറ്റും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറും. അതുമായിട്ട് നമുക്ക് ഈ ഒരു മാട്രസിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ മാട്രസ് വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതേ ഷേപ്പ് തന്നെ ഈ 2 വർഷത്തിന് ശേഷവും ഈ ഒരു മാട്രസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ലീപ്പിംഗ് കംഫർട്ടും തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെ ഇപ്പോഴും ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാട്രസിൽ ഒരു രീതിയിലുള്ള സാഗിങ്ങോ ഡിപ്പോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് പുതിയതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു മാട്രസ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാട്രസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഈ റെഗുലർ മാട്രസുകൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവർ ഈ ഒരു മാട്രസ് കാണുകയോ ഇത് യൂസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ ചോദിക്കും ഇത് ഏത് കമ്പനിയുടെ മാട്രസ് ആണ്. അങ്ങനെ ഞാൻ പലർക്കും ഈ ഒരു മാട്രസ് റെക്കമെൻഡ് ചെയ്യുകയും അവർ പർച്ചേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ റെഗുലർ മാട്രസ് യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് മാറുന്ന അതിന്റെ ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യും. കാരണം ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടില്ല. അതേപോലത്തെ വ്യത്യാസം ഈ റെഗുലർ മെമ്മറി ഫോം മാട്രസിലും സ്ലീപ്പ് കമ്പനിയുടെ സ്മാർട്ട് ഗ്രിഡ് മാട്രസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളൊരു മാട്രസ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു മാട്രസ് വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആയുസ് തീരും. നമ്മൾ മുടക്കിയ മൊത്തം പൈസ അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ നമ്മൾ പൈസ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷത്തെ വാറണ്ടി ഇതിന് കിട്ടുന്നുണ്ട്. ഇപ്പൊ 10 വർഷത്തെ വാറണ്ടി ഉള്ള ഈ ഒരു മാട്രസിന് ഇനി 8 വർഷം കൂടെ വാറണ്ടി കിടക്കുകയാണ്. ഇതുവരെ ഈ 2 വർഷവും ഇതിന് ഒരു രീതിയിലുള്ള ഒരു ചെറിയ ഇഷ്യൂ പോലും
ഞാൻ ഈ ഒരു മാട്രസിൽ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു 10 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ മാട്രസിന് ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. ഇതേ സ്ഥാനത്ത് നിങ്ങളൊരു സാധാരണ മാട്രസ് ആണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ ഏകദേശം അത് 2 വർഷമായി എന്നുള്ള ആ 2 വർഷത്തിന്റെ പഴക്കം ആ മാട്രസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ നമുക്കൊരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ മാട്രസ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു അത്ര എമൗണ്ട് നഷ്ടപ്പെടും, വീണ്ടും ഒരു പുതിയ മാട്രസ് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതിൽ മുടക്കുന്ന പൈസ നമുക്ക് വാല്യൂ ഫോർ മണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ 2 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു മാട്രസിൽ എന്തായിരുന്നെന്നും അതേപോലെ 2 വർഷത്തിന് ശേഷമുള്ള ഈ മാട്രസിന്റെ അവസ്ഥ എന്താണെന്നുമാണ്. അപ്പം ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഈ മാട്രസ് വാങ്ങിയ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു മാട്രസിനുള്ളത്. കംഫർട്ടാണ്, കൂളാണ്, ക്ലീൻ ആണ്. അതായത് മാട്രസ് വാങ്ങുന്ന സമയത്ത് സ്ലീപ്പ് കമ്പനി പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ലീപ്പ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ലീപ്പ് കമ്പനിയുടെ സ്മാർട്ട് ഗ്രിഡ് മാട്രസ് ഒന്ന് നോക്കിക്കൊള്ളുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മാട്രസുകൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് കമ്പനിയുടെ സ്റ്റോഴ്സ് ഉണ്ട്. സ്റ്റോഴ്സ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാട്രസും അല്ലെങ്കിൽ സ്ലീപ്പ് കമ്പനിയുടെ മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ അവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയതിന് ശേഷം വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് 2 വർഷത്തിന് ശേഷം അതിന്റെ റിവ്യൂ ചെയ്യുന്നത്. സാധാരണ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് ഒരു മാസമോ 2 മാസമോ ഒക്കെ കഴിയുമ്പോൾ അതിന്റെ റിവ്യൂ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇതുപോലെ 2 വർഷവും 3 വർഷവും 4 വർഷവും ഒക്കെ കഴിയുമ്പോൾ പ്രൊഡക്റ്റുകളുടെ റിവ്യൂ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പല വീഡിയോകൾ വരാനായിട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വീഡിയോയുടേതായ കമന്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെയുള്ള റിവ്യൂവും അൺബോക്സിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്യണം, അത് മറന്നു പോകണ്ട. അപ്പോൾ എന്തായാലും ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.